എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ സുരേഷ്. വീണ്ടും വ്യത്യസ്തമായ ഒരു ഇന്റീരിയർ വീഡിയോയുമായിട്ട് സ്പെക്ട്ര ഡെക്കർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കാലിക്കറ്റുള്ള വടകരയിലെ പ്രജി സാറിന്റെയും ഫാമിലിയുടെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. വീടിന്റെ ഇന്റീരിയറും എൻക്വയറി ആയിട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു ഡ്രീം ഹോമാണ്. ഒരു വീടെന്ന് പറയുന്നത് അറിയാമല്ലോ, എല്ലാ ആൾക്കാരുടെയും വളരെ വലിയൊരു ഡ്രീമാണ്, ഒരുപാട് കാലത്തെ ഡ്രീം ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മളുടെ പ്രജി സാർ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് എൻക്വയറി ചെയ്യുകയും ആൾക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് കയ്യിലുള്ളൂ, ഒരു 45 days എന്തോ ആണ് ആൾക്ക് നമുക്ക് തന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ ആശ നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റുമോ, എന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട് അത് പെട്ടെന്ന് സൈറ്റ് വിസിറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു 45 days എന്ന് സാറ് പറയുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ തീർത്ത ഒരു വീടാണിത്. ഈ വീടില് നമ്മളുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ A to Z കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ്, ഇന്റീരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള. അതായത് അവിടെ വെക്കുന്ന ഓരോ ആർട്ടിഫാക്ട്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും ഞാനാണ് ഡയറക്റ്റ്ലി പോയി പർച്ചേസ് ചെയ്ത് സാറിന് അത് സെൻഡ് ചെയ്ത് കൊടുക്കും. സാർ ഇങ്ങനെയാണ് വരിക എന്നുള്ളത്. കാരണം ആളിവിടെ ഉണ്ടായിരുന്നില്ല, ഹൗസ് വാമിങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആള് ലാൻഡ് ചെയ്തത്. അപ്പോൾ ആൾക്ക് അത്രയും നമ്മൾ ഫേർണിച്ചർ ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും അത്രയും സപ്പോർട്ടോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. നമ്മളുടെ ഈ വീടിന്റെ ഫോർമൽ ലിവിങ് എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ഓവറായിട്ടുള്ള വലിച്ചു വരെയുള്ള ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഭിത്തിയുടെ ഒരു സൈഡിൽ നമ്മളൊരു ത്രൂ ഔട്ട് ഒരു പാനലിംഗ്, ഒരു ഡിഫറെന്റ് ഡിസൈൻ ആക്കുന്ന രീതിയിൽ ഒരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിൽ തന്നെയാണ് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ എൻട്രി ചെയ്യുന്നത് വലിയൊരു ഏരിയയിലേക്കാണ്. അതായത് TV ഏരിയ, അതുപോലെ ഡൈനിങ് ഏരിയ, പൂജാ സ്പേസ്, വാഷ് ഏരിയ, ഇതെല്ലാം കൂടി ഒരേപോലെ കാണുന്ന ഒരു റീകണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ TV ഏരിയ എന്ന് പറയുന്നത്, അതായത് ഫാമിലി ലിവിങ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോമൺ വുഡ് ഷെയ്ഡ് ഉണ്ട്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നതെല്ലാം തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഈ ഒരു വീടിന്റെ. അത് ചിലപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ ഷെയ്ഡായിട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന ടെക്സ്റ്റേഴ്സ് ആയിട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. TV യൂണിറ്റിൽ നമ്മൾ ടെക്സ്റ്റർ യൂസ് ചെയ്ത് പാസ്റ്റൽ ഷെയ്ഡ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കോമ്പിനേഷൻ കളർ ആയിട്ടുള്ള വുഡും വൈറ്റും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ത്രൂ ഔട്ട് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് സീറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സീറ്റിങ്ങും വിത്ത് ഒരു ലോഞ്ചർ ആയിട്ടാണ് നമ്മളിവിടെ ഇതിന്റെ സീറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ആണെങ്കിലും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സീലിംഗ് കൊടുത്തു. നേരെ നമ്മൾ പോകുന്നത് ഒരു 2 സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോമൺലി നമ്മൾ കൊടുക്കുന്ന ഒരു വാഷ് ഏരിയയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ ബീഡിങ്ങും ടെക്സ്റ്റർ വർക്കും ഗോൾഡൻ ഒരു മെറ്റൽ ഫ്രെയിമുള്ള ഒരു മിററും അങ്ങനത്തെ ആ ഒരു രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വാഷ് ഏരിയ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി WPC ആണ്. അതുപോലെ തന്നെ അതിനെ ഒരു ഡയറക്റ്റ് പ്രൈവസി ഇല്ലാതിരിക്കാനായിട്ട്, ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടീഷൻ ഒരു മെറ്റൽ വിത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസിന്റെ ഒരു പാർട്ടീഷനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ്സ് ആണ് നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്താണ് പൂജ സ്പേസ്. ഇതിനോട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ
ആ ഒരു മെറ്റൽ CNC ഇവിടെയും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മെറ്റലിൽ ആ സെയിം കളറിൽ തന്നെയാണ് CNC പാറ്റേൺ, ഒരു പ്രെയർ ഏരിയയുടെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ CNC ഡിസൈൻ ഒക്കെ ഒരു ഓമിലൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പൂജ സ്പേസ് ഒട്ടും തന്നെ അങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനേ അല്ല, വളരെ ചെറിയൊരു രീതിയിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യമൊക്കെ കൊടുത്തൊരു വിഘ്നേശ്വരനെ വെച്ചിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ പൂജ സ്പേസും നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെയേഴ്സ് ആണ്. ഇവിടെ ചെയ്തിട്ടുള്ള ചെയറൊക്കെ നമ്മൾ നെയ്തെടുത്ത് നമ്മളുടെ കെയിൻ ഷീറ്റ് വെച്ച് നെയ്തെടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ചെയർ എല്ലാം വുഡൻ വർക്ക് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ടീക്ക് വുഡ് ഷെയ്ഡ് ആണ്. ടോപ്പിംഗ് നാനോ വൈറ്റ് ഫിനിഷ് ആണ് നമ്മൾ ഡൈനിങ് ടേബിളിന് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ആയതുകൊണ്ട് തന്നെ എവിടെ ഇരുന്നാലും ഇപ്പൊ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡൈനിങ് സ്പേസ് ആയിട്ടായാലും ഫാമിലി ലിവിംഗ് ആയിട്ടായാലും ഒക്കെ ഒരു കണക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതേപോലെ തന്നെ അതിന്റെ ഒരു ഗ്രൂ ഡിസൈനും ഒക്കെ ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനെ വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടോട്ടലി നമ്മുടെ മെറൈൻ പ്ലൈ WPC മൾട്ടിവുഡ് കോമ്പിനേഷൻ ആണ്. ഹെഡ് ടിച്ചിന്റെ കിച്ചൺ ആക്സറീസ് ആണ്. അതുപോലെ തന്നെ പ്രൊഫൈൽ ഹാൻഡിൽ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു കളർ പാലറ്റിംഗ് കറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പർ യൂണിറ്റിൽ നമ്മൾ ഗ്ലാസ് ഷട്ടേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പ്രൊഫൈൽ വിത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബും സിങ്കും എല്ലാം അതിൻ്റെതായ ബ്രാൻഡിങ് ആ ഒരു രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ കിച്ചന്റെ ഓറിയന്റേഷൻസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചൺ ആണെന്നുണ്ടെങ്കിലും സെയിം കളർ പാലറ്റിങ്ങിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വ്യത്യസ്തമാവുന്ന രീതിയിലാണ് നമ്മളുടെ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫർണിച്ചർ ഓറിയന്റേഷൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ കിങ് സൈസ് ബെഡ് കോട്ട്, അതുപോലെ തന്നെ സൈഡ് ടേബിള്, അതുപോലെ ബെഡ് കോട്ടിന്റെ ബാക്ക് ബോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ കോമൺ വുഡ് ഷെയ്ഡ് ആയ വുഡിന്റെ റാഫ്റ്ററും അത് സെൻട്രലായിട്ടൊരു CNC പാനലിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ്. സെൻട്രലിൽ തന്നെ ഒരു മിററിന്റെ ഒരു ആർട്ട് വർക്കും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നമ്മൾ 4 ഡോർ വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ ബോട്ടിൽ ഗ്രീൻ വിത്ത് നമ്മളുടെ കോമൺ വുഡ് ഷെയ്ഡ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് ഏരിയയിൽ ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. സോ അവിടെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, അതായത് യൂസ്ഡ് ക്ലോത്തിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഡ്രസ്സിംഗ് ഏരിയയുടെ ഒരു സ്റ്റോറേജ് സ്പേസും ഒരു മിററും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കേർട്ടൻ റോമൻ ബ്ലൈൻഡ്സ് ആണ്. പിന്നെ സീലിംഗ് വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആവുന്ന രീതിയിലാണ് നമ്മളുടെ ഇവിടുത്തെ സീലിംഗ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ജിപ്സം സീലിങ്ങും അതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആ പ്രൊഫൈൽ ലൈറ്റും ഒരു ടെക്സ്ചറും വുഡൻ ആ ഒരു രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ സീലിംഗിന്റെ ബെഡിന്റെ സെൻട്രലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു വീടിന്റെ ഡിസൈൻ പോയിരിക്കുന്നത്. മെയിൻലി നമ്മളുടെ ബെഡ് കോട്ടിന്റെ ബാക്ക് ബോൾ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും നമ്മളുടെ കോമൺ വുഡ് ഷെയ്ഡും ആണ്. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് കോട്ട്, അതുപോലെ ഒരു ഓവൽ പോലത്തെ ഒരു റൗണ്ട് ഓവൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ത്രൂ ഔട്ട്. ഹെഡ് ബോർഡ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ബാക്ക് ബോൾ ആണെന്നുണ്ടെങ്കിലും മൾട്ടിവുഡിന്റെ പീസസ് ബാക്കിൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ടെക്സ്ചർ ഫിനിഷിലാണ്
ഹെഡ് ബോർഡിന്റെ ബാക്ക് ബോർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ എന്നിട്ട് നമ്മൾ 2 പിക്ചറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ചെറിയ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് നേരത്തെ റൂമിലെ പോലെ തന്നെ ഒരു ജിപ്സം സീലിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു വുഡിന്റെ പാറ്റേണും കൊടുക്കുന്ന രീതിയിൽ സീലിങ്ങും കൊടുത്തു. അതുപോലെ അതിലത്തെ വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലുള്ള ഒരു സ്പേസിലാണ് അതിന്റെ ത്രൂ ഔട്ട് വാർഡ്രോബ് ഏരിയ പോയിട്ടുള്ളത്. ഒരു 4 ഡോർ വാർഡ്രോബ് പ്ലസ് അതിന്റെ ലോഫ്റ്റും നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമ്മൾക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, വർക്കിംഗ് സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 ഡോർ വാർഡ്രോബ് പ്ലസ് ഒരു ടേബിൾ സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പർ യൂണിറ്റിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടുത്തെ കർട്ടൻ എന്ന് പറയുന്നത് ക്ലോത്ത് ആണ്. ഇവിടുത്തെ കളർ കോമ്പിനേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ബീജ് ഷെയ്ഡിലുള്ള ഒരു കർട്ടൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉള്ള ഒരു റൂമാണ്. അപ്പൊ ഈ റൂമിൽ ചെയ്തിട്ടുള്ള ഒരു ഓവൽ ടൈപ്പിലുള്ള ഒരു CNCയും റാഫ്റ്റർ പാനലിങ്ങും അതുപോലെ ഒരു നോർമൽ പാനലിങ്ങും വുഡ് വിത്ത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് നമ്മളിവിടെ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സെന്ററിൽ തന്നെ ഒരു മെറ്റൽ ആർട്ട് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു അപ്പോൾസറി ആണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വാർഡ്രോബ് 4 ഡോർ വാർഡ്രോബും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഒരു മിററും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോഫ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കർട്ടൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്ത രീതിയിലുള്ള ഒരു ഫുൾ കർട്ടൻ ക്ലോത്ത് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സീലിംഗ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ സീലിംഗ് ഡിസൈൻ ആണ് പോയിട്ടുള്ളത്. നിൽക്കുന്നത് ഇവിടുത്തെ തന്നെ ഏറ്റവും ലാസ്റ്റ് റൂമിലാണ്. അപ്പോൾ ഈ റൂമിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബെഡ് കോട്ടിൽ 2 സൈഡ് ടേബിൾ കിങ് സൈസ് ബെഡ് കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. കോമൺ വുഡ് ഷെയ്ഡും ഉണ്ട്. പിന്നെ ബെഡ് കോട്ടിന്റെ ഹെഡ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് യൂഷ്വൽ അപ്പോൾസറി ഡിസൈൻ ഉണ്ട്. ഹെഡ് ബോർഡിന്റെ ബാക്ക് ബോർഡ് വളരെ മിനിമലിസ്റ്റിക് ആൻഡ് സിമ്പിൾ ആവുന്ന രീതിയിലാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വെയിൻസ്കോട്ടൊക്കെ വെച്ചിട്ട് നമ്മളത് മാനുവലി മേക്ക് ചെയ്തെടുത്തതാണ്. അവിടെ ജിപ്സം സീലിംഗ് ആണ് ടോട്ടലി പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ട്രൂ സീലിംഗും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വാർഡ്രോബ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് സ്റ്റോറേജ് ഉണ്ട്. അതും ഒരു ലൈറ്റ് വിത്ത് വുഡൻ കോമ്പിനേഷൻ കളറിൽ തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മളുടെ ഈ വീടിന്റെ റൂംസിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റെയർ കയറി വരുമ്പോൾ ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഒരു മെറ്റൽ ഫ്രെയിമും ഒരു ഡാർക്ക് വുഡ് ഷെയ്ഡും ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിൽ ബുക്ക് ഷെൽഫ് വിത്ത് സ്റ്റഡി ഏരിയ ആണ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു വോള് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് സിഗ്സാഗൺ ഷേപ്പിലുള്ള ഒരു പാനലിംഗ് ആണ്. ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു വുഡൻ ഷെയ്ഡും വൈറ്റും വെച്ചിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആ വോള് ത്രൂ ഔട്ട് ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ്ലി ടെക്സ്ചർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ വീട് കംപ്ലീറ്റ് ആയിട്ടും ജിപ്സം സീലിംഗും ട്രൂ സീലിംഗും മിക്സ് ചെയ്യുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ആണ്. ഗ്ലോസി ലാമിനേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ മാറ്റ് ഫിനിഷ് ചെയ്താലും അത്രയും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വീടിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. നമ്മളിലേക്ക് ഓരോ എൻക്വയറി എത്തുമ്പോഴും അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് സ്പെക്ട്ര ഡെക്കോർ. സ്പെക്ട്ര ഡെക്കോർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു ടീം വർക്കാണ്. നമ്മളുടെ അടുത്തേക്ക് ഒരു ക്ലയന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 100% ഗ്യാരണ്ടി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സോൺ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും. കാരണം ഒരു ഡ്രീം ഹോമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഒരു കംഫർട്ട്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഡ്രീം എന്താണ് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് എന്താണ് എന്ന് അറിയാനായിട്ട് നമ്മളുടെ ഒരു മനസ്സും അതൊരു നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് പോയാൽ മാത്രമാണ് ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. രണ്ടാമത് സർവീസ് ആണ്. നമ്മൾക്ക് ഏത് സമയത്തും
നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ സ്പെക്ട്ര ഡെക്കോർ ടീം എപ്പോഴും സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസ് ഈ ഒരു ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മിറ്റ്മെന്റ് അവിടെ തീരുന്നില്ല. വീണ്ടും അത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഓരോ വർക്കിനെയും കാണുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോമിന്റെ ഇന്റീരിയർ സ്പെക്ട്ര ഡെക്കോറിനെ ഏൽപ്പിക്കാം. അതുപോലെ പുതിയൊരു ഇന്റീരിയർ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.